ട്വിൻസ്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പ്രോഗ്രാമാണ്, ഡാൻസാണ്, ഫോക്ക്. അപ്പം സ്കൂളിലേക്ക് റെഡി ആവാൻ പോകണം. അല്ല, ഇപ്പം അച്ഛനെങ്കിൽ ചായ വാങ്ങിച്ചു തരാൻ പോകും. അമ്മ എൻ്റെ കൂടെ പുറകിലുണ്ട്. മോളെ അപ്പൊ ഗൈസ് ഡേ നമ്മള് ഇന്നിപ്പോ ഫോക്ക് ഡാൻസ് ആണ്. ഈ വീഡിയോ ഞാൻ എന്നാ ഇടാന്ന് എനിക്കറിയില്ല. ഇന്ന് എന്തായാലും 10-ാം തീയതി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 12:30-ക്കാണ് ഇവരുടെ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് സ്കൂൾ എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് ഉള്ളൂ. ഇപ്പം ചായ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് അലർജിയാണ്. അപ്പോൾ മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഫുഡ് വയറിറച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകും. ഇന്നാണെങ്കിൽ എല്ലാവരും ഡാൻസ് കാണാൻ എത്തുന്നുണ്ട്. ആരൊക്കെ ഉണ്ട് പാറോ ഡാൻസ് കാണാൻ? പിന്നാരുണ്ട്? അമ്മുണ്ട്, സിജമാമുണ്ട്, അണ്ണച്ചാച്ചനുണ്ട്, സഞ്ജു മാമനുണ്ട്, ചാന്തു ആൻറ്റി ഉണ്ട്, പിന്നെ ഷാലിക്കൊച്ചായി ഉണ്ട്, കൊറേ പേര്. അതമ്മയ്ക്ക് അറിയില്ല. അതെ, ഒരുപാട് പേര് കാണാനുണ്ട്. അതിപ്പോ പാറുന്റെ എന്നല്ല കേട്ടോ, നമ്മുടെ ഇവിടുത്തെ ആരുടെ പരിപാടി വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ കാണാൻ വരും. ഇപ്രാവശ്യം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടാവേണ്ടതായിരുന്നു. നമ്മുടെ മക്കളുടെ 3 പേരുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ ഇടപെടത്തില്ല, ഫാൻസി ഡ്രസ് നീയായി നിന്റെ പിള്ളേരായി എന്നെ ഇതിൽ ഉൾപ്പെടുത്തേ വേണ്ട. കാരണം സെയിം ടൈമിൽ ഇപ്പുറത്ത് പാറിന് മേക്കപ്പ് അടക്കമായിരിക്കും, അല്ലെങ്കിൽ സെയിം ടൈമിൽ ഇപ്പുറത്തെ പ്രോഗ്രാം ഉണ്ടായിരിക്കും അപ്പുറത്തെ സ്റ്റേജുകളിലായിട്ട്. അപ്പം എനിക്ക് ഇവളെ വിട്ട് നിൽക്കാൻ പറ്റില്ല. എനിക്കല്ലെങ്കിൽ ഇവളുടെ ആ ഒരു ടെൻഷനിൽ ഉപരി വേറെ പ്രഷറിലേക്ക് ഏറ്റെടുക്കാൻ വയ്യ. അവന്മാരാണെങ്കിൽ പറഞ്ഞിട്ട് എന്തോരം കഷ്ടപ്പെടണമെന്നറിയാം. പക്ഷെ അവൾ എന്തായാലും ചെയ്യുന്ന പറഞ്ഞിരുന്നത് നമുക്ക് ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് സമയം കിട്ടാണ്ടായപ്പോഴും നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം എന്താ ഇപ്പോൾ ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാട്ടോ. നമ്മളിപ്പോൾ 2 കട കയറി, 2 കട അടച്ചിട്ടിരിക്കുക. 8 മണിയായിട്ടും കട ഒന്നും തുറക്കാറായില്ലേ? 8:12 കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, ഇവിടുന്ന് എന്തെങ്കിലും അവൾക്ക് മേടിച്ചിട്ടുള്ള മേടിക്ക്, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. കൊച്ചിട്ട് ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല കേട്ടാ. ഒരു 3 റെസ്റ്റോറൻറ്റ് ഇവിടെ തുറക്കണത്, ഇവിടെ നമ്മൾ കഴിക്കാറുള്ളത് ഇപ്പോൾ ഓപ്പൺ അല്ല. 8:48 ഉണ്ട്, 14 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലും ബിസ്ക്കറ്റോ കേക്കോ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കട്ടെ. പിന്നെ ഫുഡും വിശപ്പും ഇല്ലാത്ത കൊച്ചായതുകൊണ്ട് അവൾക്ക് അത്ര വലിയ ഇഷ്യൂ ഇല്ല. അവൾക്ക് അങ്ങനെ വിശപ്പിൻ്റെ അസ്ഥിതകളൊന്നും ഇല്ല, ഒന്നും കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു എനർജി കിട്ടണമല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ പോയിട്ടുണ്ട്. കഴിക്കാനല്ല, എന്തെങ്കിലും ബിസ്ക്കറ്റോ കേക്ക് അങ്ങനെ മേടിക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് നേരത്തെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വരട്ടെ. ഏട്ടൻ കുപ്പി വെള്ളം അടിക്കുന്നുണ്ടോ? കഴിച്ചു എന്നിട്ട് അതിലേ പോഞ്ഞേ. കേട്ടില്ല. ടെൻഷൻ അടിക്കരുത്. പാറുകുട്ടി സോ എക്സൈറ്റഡ്. ടെൻഷൻ പാറുവിന്, പാറുവിന് ടെൻഷൻ. എന്തിനാ ടെൻഷൻ? അങ്ങനെ കാത്തിരുന്ന് പാറുമോളുടെ മേക്കപ്പിൻ്റെ ടൈമായി. അത് ഫസ്റ്റ് നമുക്ക് വലിയ കുട്ടികളുടെ ഭരതനാട്യം ഉള്ളത് കൊണ്ട് അവർക്കാണ് ഫസ്റ്റ് മേക്കപ്പ് ചെയ്തത്. അപ്പോൾ പാറുമോളുടെ 12:30-ക്കാണ് ടൈം. ഞാൻ ആലോചിക്കായിരുന്നു, ഞാനൊരു പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അടക്കം ഇവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആളാണ് ഈ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല മോളായിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ചേട്ടനായിരുന്നു മേക്കപ്പ് ചെയ്യാൻ. ഇത് ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനാണ് കേട്ടോ. നല്ല രീതിയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത്
അടിപൊളിയായിരുന്നു മേക്കപ്പ് എല്ലാതും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ നമുക്കൊരു 10 o'clock ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ചേച്ചി വന്നിട്ട് ഇപ്പം 3ാമത്തെ വർഷമാണ് പാറുമോള് ഫോക്ക് ഡാൻസ് കളിക്കുന്നത്. 3 വർഷം എൻ്റെ കൂടെ ത്രൂ ഔട്ട് ചേച്ചി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോഴും. ഞാൻ എപ്പോഴും പറയില്ലേ, ഇപ്പോൾ ഇന്നലെ ഫോക്ക് ഡാൻസിൻ്റെ തലേദിവസം രാത്രി ഒരു 9-9:45 സ്കേർട്ട് വലുതായിട്ട് അത് ചെറുതാക്കാൻ പോണത്. അപ്പം നമുക്ക് വിഗ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 സൈഡ് മുടഞ്ഞിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാം, റിബൺ കിട്ടാം, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നോട് ചേച്ചി പറഞ്ഞത് ഷോർട്സ് മേടിച്ചിട്ടുണ്ടോയെന്ന്. ഈ ഒരു കാര്യമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഷോർട്സിൻ്റെ ഒരു സംഭവം എൻ്റെ ബോധത്തിൽ പോകണില്ല. നമുക്ക് ഷോർട്സ് വേണം ആക്ച്വലി. ഈ ഒരു ഫോക്ക് ഡാൻസ് കളിക്കുമ്പോൾ കറങ്ങുമ്പോൾ ഒക്കെ കാണില്ലേ, ഇതെൻ്റെയൊക്കെ ഒരു കുട്ടി ജഡ്ഡിയാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടായിരുന്നത്. വേഗം തന്നെ അച്ഛനെ വിളിച്ച് ഓടി കേട്ടോ. ആ ഒരു സമയത്ത് ഒരു ഹറിബറി എന്തായാലും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ എന്തായാലും മറക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സേഫ്റ്റി പിന്ന് ഞാൻ കൊണ്ടുവന്നില്ല. മേക്കപ്പ് ചെയ്യുന്ന ചേട്ടന്മാർ കൊണ്ടുവരുന്ന വിചാരിച്ചിട്ട് സേഫ്റ്റി പിന്ന് അന്ന് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ നേരത്ത് വേറെ ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. അങ്ങനെ ഷോർട്സും മേടിച്ച് വന്നപ്പോൾ പാറുമോളിൽ റിബണൊക്കെ കെട്ടി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പാറുവിൻ്റെ മൈൻഡ് സെറ്റാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അവിടെ കുറേ പിള്ളേർ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവളെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുടി ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം എനിക്ക് ഒരു 3ാമത്തെ വർഷം ആയതിൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. പാറുവിൻ്റെ ഡാൻസ് ടീച്ചർ രജനി ടീച്ചറാണ്. അതായത് എനിക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ, സെയിം ടീച്ചർ തന്നെയാണ് 3ാമത്തെ വർഷവും ചെയ്യണത്. അപ്പോൾ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ബേസായിട്ട് പറഞ്ഞു തരും. ഇങ്ങനെയാണ് മുടിയൊക്കെ കെട്ടേണ്ടതെന്ന്. ഒരു കുറത്തിയുടെ വേഷമാണ്. പിന്നെ ഞാനത് ഒരു കളർ കോമ്പിനേഷനൊക്കെ നോക്കി എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത്. അത് ടീച്ചറുടെ അപ്രൂവൽ ഞാൻ മേടിക്കും. അങ്ങനെയാണ് പാറുമോളുടെ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പാറുക്കുട്ടൻ്റെ ഓവറോൾ മേക്കപ്പ് ലുക്കൊക്കെ ഫിനിഷായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ വലിയ കുട്ടീനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പാറിൻ്റെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പാറിനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പാറിനെ കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ കുറച്ച് ഇടച്ചിലായി തുടങ്ങി. നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഈ മഴയുടെ ഇടയിലാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ വന്നിട്ടും പാറുവിനെ ഫസ്റ്റ് മനസ്സിലായില്ലേ. പിന്നെ കണ്ടവളോ ഭാഗ്യോ പാറുമോൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് സഞ്ജും എല്ലാവരും ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ മെയിനായിട്ട് വന്നത് എനിക്ക് മേക്കപ്പ് മാന് ദക്ഷിണ കൊടുക്കണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പാറു മേക്കപ്പ് ചെയ്യുന്ന 2 ചേട്ടന്മാർക്കും ദക്ഷിണ കൊടുത്തില്ല. അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, അവൾക്ക് വയ്യ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വാശിയൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ല മിടുക്കി കുട്ടിയായിട്ട് ദക്ഷിണൊക്കെ കൊടുത്തു. ഓവറോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 2 ചേട്ടന്മാരെയും വിളിച്ച് എന്താ പറയുക, അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ ടീച്ചറുടെ അടുത്ത് ചെയ്യുന്ന അതേ കണക്കിന് തന്നെ നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഇത്രയും പ്രൊഫഷണലായിട്ട് ചെയ്തെന്ന സാറുമാർക്ക് ദക്ഷിണ കൊടുത്ത് കയറുക എന്ന് പറയുന്നതും അവരെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെലങ്കയും കെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പാറുമോളുടെ കളി എന്ന് പറഞ്ഞാൽ മോൾ നന്നായിട്ട് കളിക്കും. പക്ഷെ അത് അവളുടെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും. ഏതെങ്കിലും തരത്തിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് അവളുടെ പെർഫോമൻസിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് നല്ല രീതിയിൽ ഇങ്ങനെ ആ ഒരു സാഡ്നെസ്സും ആ ഒരു വയ്യായ്മയും ഒക്കെ ഇങ്ങനെ നിൽക്കും. അതെല്ലാം അവൾ നല്ലൊരു മൂഡിലാണെന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യും. എനിക്ക് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പാറിപ്പോൾ ഒരുപാട് സ്റ്റേജുകളിൽ കയറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോക്ക് തന്നെ അല്ലാതെയും ഞാനിപ്പം എനിക്ക് പറ്റുന്ന സ്റ്റേജുകളിലൊക്കെ പഠിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞാൻ സ്റ്റേജുകൾ ഒരുപാട് പെർഫോമൻസിൽ കയറ്റാറുണ്ട്. അപ്പോൾ അത്രയും ഉള്ളൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രൊഫഷണലിസം വരാത്തത് കൊണ്ടാണ് അങ്ങനെ. ആ ഒരു ഡാൻസിൻ്റെ ഒരു പക്വത വരികയാണെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഇതൊരു മത്സരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഏത് മൂഡാണെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തോളും. പക്ഷേ ഈ ഒരു ഏജിൻ്റെ ആയിരിക്കാം പാറുമോൾക്ക് സ്റ്റിൽ ഇങ്ങനെയാണ് പാറുവിൻ്റെ ഒരു പെർഫോമൻസ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഫോക്കസ് എന്ന് പറയുന്നത് അവൾ നല്ല ഹാപ്പി ആക്കി വെക്കുക, അവൾ അടിപൊളിയായിട്ട് ഇരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പാറുമോളുടെ ഈ ഒരു സംഭവമൊക്കെ ഇഷ്ടമെങ്കിൽ പറയണേ. നമ്മുടെ പാറുവിൻ്റെ വീഡിയോ എന്തായാലും ലാസ്റ്റ് വരുന്നുണ്ട്.
അപ്പോൾ സഞ്ജുവിനെയും ചാന്തുവിനെയും ഞാൻ നേരത്തെ വിളിച്ച് വരുത്തി. കാരണം എനിക്ക് കാറ്റഗറി 1 എനിക്ക് അനൗൺസ് ചെയ്തത് കേട്ടത് മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ ഇവരോട് നേരത്തെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ മൂട്ടിൽ തീ പിടിച്ച പോലെ സഞ്ജു ചാന്തു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ഒക്കെ എനിക്ക് നല്ല ചീത്തയായിരുന്നു. കാരണം കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമായിരുന്നു. അപ്പോൾ കണ്ടോ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത്രയും നേരം നല്ല വെയിലായിട്ട് മഴ പെയ്തല്ലോ. കാരണം നമുക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മഴ നമ്മളെ ബാധിക്കുമല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10:30 ഇപ്പോൾ പാറു മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. സമയം 2 മണി കഴിഞ്ഞു. നമ്മുടെ സാധനം തുടങ്ങിയിട്ടില്ല. 12:30ക്കാണ് ഇവരുടേത് കാറ്റഗറി 1 സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഒരു 1 o'clock ആയപ്പോൾ അവർ ലഞ്ച് ബ്രേക്ക് കൊടുത്തു. മക്കൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഓക്കെ ആയിട്ട് ചെയ്താൽ മതിയല്ലോ. പക്ഷേ നമ്മുടെ മക്കൾക്ക് അത് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ അച്ചാച്ചനും അച്ചമ്മയും എല്ലാവരും വന്നു. പാറുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെയാണ് അച്ഛനമ്മയ്ക്കും പാറുവിനെ പിടികിട്ടുന്നത്. കണ്ട അമ്മയ്ക്കും അച്ഛനും ഇപ്പോഴാണ് പിടികിട്ടുന്നത്. ഷാലിക്കൊച്ചായി വന്നു. എൻ്റെ കാശിമോൻ ഓടി എത്തിയിട്ടത്. കാശിക്കുട്ടനെ ചേച്ചീനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ നമ്മുടെ അമ്മമാർക്കാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ഭയങ്കര കരച്ചിൽ വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളു വിങ്ങുമെങ്കിലും ഞാനത് യൂസ്ഡായി കണ്ട് എനിക്ക് യൂസ്ഡായി. പക്ഷേ ഇപ്പോൾ നമ്മുടെ 2 അമ്മമാരാണെങ്കിലും കീത്തു ആണെങ്കിലും അവർക്ക് പെട്ടെന്ന് വിഷമം വരും. അതായത് അവർ ഞാനിപ്പോൾ സ്റ്റേജിൽ കയറി കളിക്കുന്നത് അവൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് കണ്ട് എനിക്കത് വഴക്കായി. പക്ഷെ അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കാണാൻ പോകുന്നത്. അപ്പോൾ അവർക്കത് ഭയങ്കര. അപ്പോൾ കാറ്റഗറി 1 അനൗൺസ് ചെയ്തപ്പോൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് പാറുവിനെ കളിപ്പിച്ച് അവളുടെ മൂഡ് ഭയങ്കര ഹാപ്പി ആക്കി നിർത്തി. അവർ ഫസ്റ്റ് റോയിലൊക്കെ വന്നിരുന്ന് അവളെ ഭയങ്കരമായ രീതിയിൽ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്ന മക്കളുണ്ടായിരുന്നു. ആ ഒരു എൻകറേജ്മെൻറ്റ് പാറുവിൻ്റെ പെർഫോമൻസിന് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവളുടെ മൈൻഡ് സെറ്റ് അത് ഹാപ്പി ആക്കാനായിട്ട് ആ പിള്ളേർ വളരെയധികം നമ്മുടെ കുഞ്ഞോട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മേമയുടെ എൻട്രി ആണ് കേട്ടോ. കീത്തു അങ്ങേയറ്റത്തു നിന്നാണ് മേക്കപ്പ് ഫുൾ ഓവറോൾ ലുക്ക് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കീത്തു എപ്പോൾ പാറുവിൻ്റെ ഡാൻസ് കണ്ടിട്ടുണ്ടെങ്കിലും എപ്പോൾ ഈ മേക്കപ്പ് ലുക്കിലുണ്ടായാലും അവൾക്ക് കരച്ചിൽ വരും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര സന്തോഷമാണ് അവൾക്ക് ഇങ്ങനെ കാണുമ്പോൾ പാറുമോളെ. അതിപ്പോൾ അവളെ ഫേസിൽ നിന്നൊക്കെ മനസ്സിലാവും. കരയാണ്ട് ഇങ്ങനെ അത് പൊട്ടിക്കരയാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നൊരു ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. കഴിഞ്ഞ പ്രാവശ്യം പാറുവിൻ്റെ ഫോക്ക് ഡാൻസിന് അവൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വീഡിയോ കോൾ വിളിച്ച സമയത്ത് വീഡിയോ കോളിലൂടെ പാറുവിനെ കണ്ട് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് പെർഫോമൻസ് LKGയിലെ ഫസ്റ്റ് പെർഫോമൻസിൽ ഞാൻ എത്തുന്നേക്ക് മുമ്പ് ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ ഓടിക്കയറി വാരി കെട്ടി പിടിച്ച് പൊട്ടിക്കരഞ്ഞത് കീത്തുമായിരുന്നു. അവളെ വീഡിയോ ത്രൂ ഔട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അവളിങ്ങനെ കീത്തു ഇങ്ങനെ എന്താ കരച്ചിലിങ്ങനെ അടക്കി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാറുമോളേ അല്ല എന്ന് തോന്നും ഈ ഒരു മേക്കപ്പ് ലുക്കിലൊക്കെ. വേറൊരു കൊച്ചിനെ പോലെയാണ്. നമ്മുടെ മക്കളുടേത് 27 ആയിരുന്നു കേട്ടോ നമ്പർ എന്ന് പറയണത്. ഒരുപാട് കുട്ടികളുണ്ട്. എന്തൊരു പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്നത്. ഇപ്പോൾ ഈ ഉണ്ണിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡാൻസ്. നല്ല രീതിയിൽ കളിക്കുന്ന ചെറിയ മാർക്കുകൾക്കൊക്കെ ആയിരിക്കും കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പോകുന്നത്. അതായത് എന്താ പറയുക എല്ലാ മക്കളും ഈ ഒരു പ്രായത്തിനനുസരിച്ചിട്ടല്ലാണ്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പാറുമോളുടെ പെർഫോമൻസാണ്. അതായത് ചേട്ടന്മാർ അനിയൻകുട്ടന്മാരും എല്ലാവരും വെയിറ്റ് ചെയ്തൊക്കെയാണ് നമ്മളുടെ പാറുമോളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. Ding
സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ പാടെ പാറുട്ടനെ പൊതിയാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഫസ്റ്റ് തന്നെ അതേ മാമൻ്റെ ആൻറ്റീൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും അവളെ ഭയങ്കരമായിട്ട് വിഷ് ചെയ്തു. ഏറ്റവും ലാസ്റ്റാണ് അവളുടെ അച്ഛനെ കാണുന്നത്. അതായത് ഏട്ടനെ എല്ലാം കഴിഞ്ഞിട്ടാണ് കണ്ടത്. ഫസ്റ്റ് മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെ ഇവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല.